യും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ അപ്പോഴും അടിസ്ഥാനമായ ചോദ്യം നിൽക്കുന്നു. നമ്മുടെ രാജ്യത്ത് 71 BGF പ്രോജക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 70 പ്രോജക്റ്റുകൾക്കും സർക്കാർ പണം നൽകിയത് ഗ്രാൻഡായിട്ടാണ്, ലോണായിട്ടല്ല. എന്നാൽ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം അത് ലോണായിട്ട് നൽകുന്നു. NBPയിൽ 10,000 മുതൽ 12,000 കോടി വരെ സംസ്ഥാനത്തെ ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ അതൊരു ലോൺ ആയി, വായ്പയായി കേരളത്തിന് കൊടുക്കുന്നു. നമ്മുടെ നിവൃത്തികേട് കൊണ്ട് അത് വായ്പയായിട്ട് എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രധാനമന്ത്രി വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് പോകുമ്പോൾ കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടന ചടങ്ങിൽ നേരത്തെ നിശ്ചയിച്ചതിനും ഒരുപാട് നേരത്തെ വേദിയിൽ വന്നിരിക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും. കേന്ദ്രം എന്തു തന്നിട്ടാണ് കേന്ദ്രത്തിന് ഇതിന് ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത്? BJPക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത്? നരേന്ദ്രമോദി കൊണ്ടുവന്ന വികസനം എന്ന് പറയാൻ കഴിയുന്നത്? 1 രൂപ വായ്പയല്ലാതെ ഗ്രാൻഡ് ഇനത്തിൽ ഈ പദ്ധതിയിൽ കേന്ദ്രം മുടക്കിയിട്ടുണ്ടോ യുവരാജ്? അല്ല, അതിനകത്ത് എനിക്ക് അല്പം വിശദമായിട്ട് തന്നെ ഉത്തരം പറയേണ്ടതുണ്ട് ശ്രീ അരുൺകുമാർ. ഒന്നെന്ന് പറഞ്ഞത്, ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് 820 കോടി രൂപ കേന്ദ്രം തന്നു. അത് വായ്പയായിട്ടാണ് തന്നത്. ഇത് വായ്പയായിട്ട് തന്നെയല്ലേ കേരളം അങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അല്ല എന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? നമ്മൾ കണ്ടിരിക്കുന്ന ഡോക്യുമെന്റുകളിൽ മുഴുവനും അയച്ചിരിക്കുന്ന കത്തിൽ തൂത്തുക്കുടിയെ സ്പെഷ്യലായി മെൻഷൻ ചെയ്തുകൊണ്ട് വളരെ വിശദമായി അയച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കത്തിന്റെ കൈവശമുണ്ട്. അതിൽ പറയുന്നുണ്ട് അത് ലോണായിട്ട് തന്നെ അനുവദിക്കണം. ശരി, ഞാൻ മറുപടി പറയാം. ഞാനതിന് മറുപടി പറയാതെ ഞാൻ തൂത്തുക്കുടിയിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാനിത് പറയട്ടെ. അല്ല, ഇതിനകത്ത് തുടക്കത്തിൽ അത് ആവശ്യപ്പെട്ടിരുന്നത് ലോണായിട്ടാണ്. തൂത്തുക്കുടിയെ മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നതിന്റെ മറുപടി കൃത്യമായിട്ട് പാർലമെന്റിനകത്ത് സർബാനന്ദ സോണോവാല് വളരെ ഭംഗിയായിട്ട് തന്നെ അതിനകത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തൂത്തുക്കുടി പോർട്ട് എന്ന് പറയുന്നത് VO ചിദംബനാർ VOC പോർട്ട് അതോറിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത്. VOC പോർട്ട് അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ തന്നെ ഓട്ടോണമസ് അധികാരമുള്ള ഒരു ബോഡിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ബോഡി ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു പോർട്ട് എന്ന് പറയുമ്പോൾ ആ പോർട്ടിന്റെ റവന്യൂ നേരിട്ട് വരുന്നത് കേന്ദ്ര സർക്കാരിലേക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് തൂത്തുക്കുടി പോർട്ടിന് ഗ്രാൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അദാനിക്കും സ്റ്റേറ്റ് ഗവൺമെന്റിനുമാണ് ഫുൾ സ്റ്റേക്ക് കിടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കേന്ദ്രം ഒരു പൈസ VGF ആയിട്ട് തരുന്ന സമയത്ത് അത് നിങ്ങളുടെ പോർട്ട് ഫംഗ്ഷനായി ഒരു പർട്ടിക്കുലർ കാലഘട്ടം കഴിയുന്ന സമയത്ത് അത് കുറേശ്ശെയായിട്ട് 10-15 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചടയ്ക്കണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കേന്ദ്രമായിരുന്നാലും ശരി തന്നെയാണ്, സംസ്ഥാനമായിരുന്നാലും ശരി തന്നെയാണ്. 1 രൂപയെങ്കിലും എടുത്ത് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ പൈസയാണ് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന പൈസ തിരിച്ച് വാങ്ങിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തമുള്ള സർക്കാരിന്റെ പണി തന്നെയാണ്. ഇവിടെ ഈ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിന് കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിവർഷം മിനിമം 6,000 കോടി രൂപ കിട്ടുമെന്നുള്ളതാണ്. അവിടെയാണോ ഈ 817 കോടി രൂപ നമുക്ക് വായ്പയായി നൽകുന്നത്? അരുണെ, കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ മറ്റൊരു വശമാണ്. ഒരു പോർട്ടിന്റെ ഓപ്പറേഷണൽ കോസ്റ്റിനകത്ത് ഡയറക്ട്ലി വരുന്ന റവന്യൂ ആണല്ലോ എപ്പോഴും എല്ലാ സർക്കാരുകളും കണക്കാക്കുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കാര്യത്തിനകത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊരു വസ്തു വാങ്ങിയാലോ വിറ്റാലോ എന്ത് സംഭവിച്ചിരുന്നാലും അതിന്റെ ഒരു ഷെയർ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസക്കകത്ത് 10-15 വർഷങ്ങൾക്ക് ശേഷം ഇത്ര രൂപ തിരിച്ച് അടയ്ക്കണം. അത് കേന്ദ്ര ഗവൺമെന്റിലേക്കല്ലേ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, മറ്റൊന്നിനും അല്ലല്ലോ. പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ അരുണെ, 2011, 12, 14 വരെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ അതിനു മുമ്പ് ഈ പറയുന്ന ടെൻഡർ നേടിയ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, വെൽസ്പൺ ഗ്രൂപ്പ് എന്നാണ് ആ ഗ്രൂപ്പിന്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊരു 500 കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ചോദിച്ചിരുന്നല്ലോ. കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തയ്യാറായോ? അന്നത്തെ കേന്ദ്ര സർക്കാർ തയ്യാറായോ? അവസാനം സ്റ്റേറ്റും ഈ വെൽസ്പൺ ഗ്രൂപ്പും കൂടി ചർച്ച നടത്തിയിട്ട് 400 കോടിയെങ്കിലും തരാൻ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയില്ല. അന്ന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും തയ്യാറായില്ലല്ലോ. അപ്പോൾ 2015 ശേഷം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമല്ലേ ഈ തുക കൊടുക്കാമെന്നുള്ള തലത്തിലേക്ക് പറയുന്നത്. അപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം പ്രധാനമായിട്ട് തൂത്തുക്കുടി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. തൂത്തുക്കുടി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ വിഷയത്തിനകത്ത് എന്തുകൊണ്ട് അത് ഗ്രാൻഡായിട്ട് കൊടുത്തു എന്നും വിഴിഞ്ഞ പോർട്ടിലേക്ക് അത് എന്തുകൊണ്ട് ലോണായിട്ട് വന്നു എന്നുള്ളതിനകത്തും ഗവൺമെന്റ് കൃത്യമായിട്ട് പാർലമെന്റിനകത്തും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോർട്ട് ഒരു സ്ഥലത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ലല്ലോ അവിടെ സംഭവിക്കുന്നത്. അതിന്റെ ചുറ്റും ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് ഡെവലപ്പ് ചെയ്യണ്ടേ? ശരിയാണ്. പക്ഷേ എന്റെ ചോദ്യം ഇതിൽ കേന്ദ്രത്തിന്റെ പങ്കെന്താണ്? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ വികസിത ഭാരതത്തിന്റെ, വികസിത കേരളത്തിന്റേതാണ് ഈ പോർട്ട് എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് നിങ്ങളുടെ മുടക്ക്? അത് പറയൂ.
ഞങ്ങളുടെ മുടക്ക് എന്ന് ഞാൻ ശരി ഞാൻ അതിലേക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ അതിനകത്ത് മൊത്തത്തിൽ വരാം. ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഒന്നെന്ന് പറയുന്നത് 91 മുതൽ തുടങ്ങിയ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര തവണയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് പോയത്? 2004 മുതൽ 2008 വരെ ഇടതുപക്ഷം കൂടി പിന്തുണ കൊടുത്തിരുന്ന സർക്കാരല്ലേ ഇവിടെ ഭരിച്ചിരുന്നത്, കേന്ദ്ര സർക്കാരല്ലേ ഇവിടെ ഭരിച്ചിരുന്നത്. 2011 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിച്ചിരുന്നു. അതേ സമയത്ത് തന്നെയാണ് കേരളത്തിൽ നിന്ന് 7 മന്ത്രിമാരുണ്ടായിരുന്നു. അതേ സമയത്ത് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് മൻമോഹൻ സിംഗ് സർക്കാരായിരുന്നു. ഈ പറയുന്ന 24 വർഷത്തിനിടയിൽ ഒരു തവണ പോലും എന്തുകൊണ്ടാണ് നമുക്ക് വിഴിഞ്ഞം പോർട്ട് ഓപ്പറേഷണൽ ആക്കാൻ പറ്റാതെ ഇരുന്നത്? അത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മാത്രമല്ലേ സാധിച്ചത്? പിന്നെ VGF-ന്റെ കാര്യം മാത്രമാണ്. കബോട്ടാഷിന്റെ കാര്യം നിങ്ങൾ എന്താ വിട്ടുകൾ? അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. മിലിറ്ററി ക്ലിയറൻസ് കൊടുത്തു എന്നതാണോ സർക്കാരിന്റെ വലിയ നേട്ടം? അങ്ങ് പൂർത്തിയാക്കാൻ അതെ, നമുക്ക് അധിക സമയം ഇല്ലാത്തതുകൊണ്ട് ഇവരാ ഞാൻ സ്പെസിഫിക് ആയി ചോദിച്ചു പോകുന്നത്. ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. കൊടുത്തത് മാത്രമല്ല അരുണേ, മിലിറ്ററി ക്ലിയറൻസ് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. ഇവിടെ കബോട്ടാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് നിലവിലുണ്ട്, ഒരു ലോ നിലവിലുണ്ട്. ഈ കബോട്ടാഷ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടുകളിലേക്ക് വിദേശത്ത് നിന്ന് ഷിപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും മറ്റ് ഡൊമസ്റ്റിക് പോർട്ടുകളിലേക്ക് പോകുവാനുള്ള അനുമതി ഉണ്ടാകാറില്ല. ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നോൺ ഓപ്പറേഷണൽ പോർട്ടിന് വേണ്ടിയിട്ട്, അത് അന്നത്തെ കേരള സർക്കാർ ആവശ്യപ്പെട്ടതിന്റെ പേര്, ഇറസ്പെക്റ്റീവ് ഓഫ് ആര് എന്നുള്ളതല്ല, കേരള സർക്കാരിന് ഉമ്മൻചാണ്ടി സർക്കാരാണോ പിണറായി സർക്കാരാണോ എന്നുള്ളതല്ല, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. അവരാവശ്യപ്പെട്ടതനുസരിച്ചിട്ട് കബോട്ടാഷ് ലോ വരെ എടുത്തു മാറ്റുവാൻ വേണ്ടിയിട്ട്, വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ മുദ്ര പോർട്ടൊക്കെ ഓപ്പറേഷണൽ പോർട്ടാണ്. അല്ലല്ല, മുദ്ര പോർട്ടൊക്കെ ഓൾറെഡി അല്ലല്ല വല്ലാർപാടത്തിന് കൊടുത്തിരുന്നല്ലോ 2012. അല്ല, ഞാൻ പറഞ്ഞത് നോൺ ഓപ്പറേഷണൽ പോർട്ടിന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നോൺ ഓപ്പറേഷണൽ പോർട്ട് അല്ലല്ല അരുണെ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അരുണ് മുദ്ര പോർട്ട് എന്നൊക്കെ പറയുന്നത് വെറുതെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അല്ലല്ല, അങ്ങ് വെറുതെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങ് ഞാൻ പറയുന്ന കാര്യത്തിന് കൊടുക്കേണ്ട അനുമതിയെല്ലാം കേന്ദ്ര സർക്കാർ കൊടുത്തു എന്നതാണ് ഈ പദ്ധതിയിലുള്ള കേന്ദ്രത്തിന്റെ പങ്ക്. ഓപ്പറേഷണൽ പോർട്ടിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു പോർട്ടിൽ കബോട്ടേഷൻ. ആയിക്കോട്ടെ, അപ്പൊ ഈ അനുമതികളെല്ലാം കൊടുത്തു എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പങ്ക്. ശരിയല്ലേ? ചോദ്യം. തീർച്ചയായിട്ടും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് മാത്രമേ അത്തരത്തിലുള്ള അനുമതികൾ കൊടുത്ത് മുമ്പോട്ടേക്ക് പോകാൻ. അരുണ, ഇതിനകത്ത് ടെക്നിക്കൽ പോയിന്റിന് അപ്പുറത്തേക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ അല്ല യുവരാജ്, നമുക്ക് അധിക സമയം ചെലവഴിച്ചു. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം പറയുക. അതായത് കൊടുക്കാനുള്ള അനുമതികളെല്ലാം കൊടുത്തു, അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതിയിൽ അഭിമാനിക്കാനായിട്ടുള്ള പങ്കാളിത്തമില്ല. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ, ഞാൻ തരാം. നമുക്കിനി അനുമതിയുടെ കാര്യത്തിലേക്ക് കൊടുക്കാതിരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സിംഗപ്പൂർ പോർട്ട് മുതൽ ദുബായ് പോർട്ട് മുതൽ ലോകത്തുള്ള പല പോർട്ടുകളും ഇവിടെ മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകളെ അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം Debate with Dr. Arun Kumar.